Hello guys, welcome back to my channel Blasters. ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഗാങ്സ്റ്റർ ന്യൂ ഓർലിയൻസ് ഓപ്പൺ വേൾഡ് ഗെയിം ഒരു വിൻഡോസിനകത്ത് കയറ്റുന്നത്, വിൻഡോസ് 10, അതായത് ഒരു PC-ലോട്ടോ ഒരു ലാപ്ടോപ്പിലോട്ടൊക്കെ. അപ്പോൾ ഇത് എവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ മൈക്രോസോഫ്റ്റ് സ്റ്റോറിലാണ്. ഈ സ്റ്റോർ വിൻഡോസ് 10-ലുള്ളതാണ് മൈക്രോസോഫ്റ്റിൻ്റെ. അപ്പോൾ ആദ്യം ആ മൈക്രോസോഫ്റ്റ് സ്റ്റോർ എടുക്കുക, എന്നിട്ട് അക്കൗണ്ടൊക്കെ വെച്ച് സൈൻ ഇൻ ചെയ്യുക, എന്നിട്ട് സെർച്ച് എടുക്കുക. സെർച്ചിനകത്താണ് ഇനി നമ്മൾ ഗാങ്സ്റ്റർ ന്യൂ ഓർലിയൻസ് ഒന്ന് അടിച്ചെടുക്കുന്നത്. ഗൈസ് ഇവിടെ അത് കാണിക്കുന്നുണ്ട്, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഗൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗെയിം. അപ്പോൾ ഇവിടെ നിങ്ങൾ ആഡ് ടു അക്കൗണ്ട് ഗെറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അക്കൗണ്ടിലോട്ട് ആഡ് ആവും. അത് കഴിഞ്ഞിട്ട് അവിടെ ഇൻസ്റ്റാൾ എന്ന് വരും, അൺഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇവരുടെ കുറച്ച് റിക്വയർമെൻറ്റ്സ് പറയുന്നുണ്ട്. നിങ്ങളുടെ ലാപ്ടോപ്പിലോ PC-ലോ ഒക്കെ വേണ്ട ഇത് സ്പെക്കുകൾ. അപ്പോൾ അത് കാണിച്ചു തരാം. ഈ സിസ്റ്റം റിക്വയർമെൻറ്റ്സ് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിനിമം ഇത്രയെങ്കിലും വേണം, പിന്നെ റെക്കമെൻഡ് ചെയ്യുന്ന ഇത്ര. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ പോകുമ്പോൾ പ്ലേ ചെയ്യുമ്പോഴും കാണാം. അപ്പോൾ ഇതാണ് അതിൻ്റെ കുറച്ച് പിക്ചേഴ്സ്. ഇത് വീഡിയോ ഇവിടെ പ്ലേ ആവുന്നുണ്ട് മുകളിൽ. അതേ ഗൈസ് കണ്ടില്ലേ? ഇതാണ് ഗെയിം. ഇപ്പോൾ ഗെയിം നമുക്ക് എടുത്താലോ. അപ്പോൾ നമ്മളിവിടെ പ്ലേ കളിക്കാതെ. അപ്പോൾ ഇതാണ് ഗൈസ് ഗെയിം. ഗെയിം ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. നെറ്റ് വേണം കളിക്കാൻ, പിന്നെ അത് ഓഫ്ലൈനായിട്ട് കളിക്കാം. അതിനൊരു ട്രിക്കുണ്ട്, അത് വേറെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗെയിം പ്ലേ വരുന്നതാണ്. അപ്പോൾ ഇവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട് കണക്റ്റിംഗ് ടു സെർവർ. ചിലപ്പോൾ നെറ്റ് ഇച്ചിരി കുറവാണെങ്കിൽ ഇങ്ങനെ വരും. അപ്പം എൻ്റെ അടുത്ത് നെറ്റിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പം ഞാൻ അത് എടുത്തിട്ട് കാണാം. ഗെയിമിൽ ഒന്ന് ലോഡായി വന്നിട്ട് കാണാം. ഗൈസ് അപ്പോൾ നമ്മുടെ ഗെയിം ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഈ ആരോ ക്ലിക്ക് ചെയ്ത് നമുക്ക് ബാക്ക് അടിച്ചു പോവാം. എന്നിട്ട് എസ്കേപ്പ് ക്ലിക്ക് ചെയ്ത് അതിപ്പോൾ ഹോമിലോട്ട് ഗെയിം കളിക്കുന്നു. അപ്പോൾ ഇതാണ് ഗൈസ് ഗെയിം. അപ്പോൾ ഇത് കീബോർഡിലാണ് കളിക്കേണ്ടത്. അത് നിങ്ങൾക്ക് സാധാരണ ഇത് PC-ലൊക്കെ കളിക്കുന്ന ഗെയിം എങ്ങനെ കളിക്കുന്നതെന്ന് അറിയാമായിരിക്കും. അപ്പോൾ ചിലവർ അറിയാത്തവരുണ്ടെങ്കിൽ അതിനുള്ള ഇവർ മെനു കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഗൈസ് ഇവർ തന്നേക്കണം മെനു, എങ്ങനെ ഇത് കളിക്കണ്ടേന്നുള്ളത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം. ഇതേ ഗൈസ്, ഇതാണ് ഗൈസ്. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ട് ഒന്ന് പോയി നോക്കാം, ഒന്ന് ചെറുതായിട്ട് കളിക്കാം. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഗെയിം പ്ലേ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഞാൻ ഇടയ്ക്കൊന്ന് ചെറിയ ഗെയിമിൻ്റെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇങ്ങനത്തെ വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് ബോറാവണ്ടല്ലോ എന്ന് വിചാരിച്ചത്. ഈ ടെക്കിൻ്റെ വീഡിയോസൊക്കെ ഇട്ട് ബോറാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇത് ആദ്യമായിട്ടൊക്കെ നിങ്ങൾ ഇങ്ങനത്തെ ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ഹാർഡായിട്ട് തോന്നി കീബോർഡ് കളിക്കുമ്പോൾ. പിന്നെ കളിച്ച് വന്നു കഴിയുമ്പോൾ അത് ഈസി ആവും. അപ്പോൾ നമുക്കൊരു കാറ് കയറി ഒന്ന് ഓടിച്ചു നോക്കാം. ഗൈസ് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഗൈസ് ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ എൻ്റെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.